പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗീതാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. എന്നത്തെയും പോലെ തന്നെ വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഗണപതി ഭഗവാനെയും കൃഷ്ണ പരമാത്മാവിനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയ സുഖത്തിൽ ഇന്ദ്രിയ സുഖത്തിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് പറഞ്ഞു കൊടുത്തത് ഭഗവാൻ. അർജുന, നിനക്കും അത് തന്നെയാണ്. നീ ഒരു മനുഷ്യന്റെ അല്ലാതായ ഭാവഹാദികളോട് ഇരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നിനക്കപ്പം അങ്ങനെ പറഞ്ഞു അവന്റെ മനസ്സിന് ബലപ്പെടുത്തുക. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഭഗവത്ഗീത ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സിന് പറ്റിയതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ള മതസ്ഥർക്ക് കൂടി ഭഗവത്ഗീതയോട് ഭയങ്കര താല്പര്യം എന്നാണ്. ഇപ്പൊ താല്പര്യം കൂടി വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും അത് പഠിക്കണമെന്നും അതിലൊരു മനോബലം കിട്ടാനും. കാരണം സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വങ്ങൾ മുഴുവൻ ഈ ഗീതയുടെ ആ ഒരു ലാക്ക് ഓഫ് എന്ന് പറയില്ലേ, നമ്മളെ കുറവാണ്. സാധനയുടെ കുറവ്. അല്ല സാധന നമ്മൾ ചെയ്യുന്ന സന്ധ്യാസമയങ്ങളിൽ നമ്മൾ കൈകാലം കഴുകി മേലെ കഴുകി വിളക്ക് കൊളുത്തി നാമം ചൊല്ലി നമ്മളൊരു ചിട്ടവട്ടങ്ങൾ വരും. അതിനെയാണ് നമ്മൾ സാധന എന്ന് പറയുക. കാലത്തും വൈകുന്നേരവും നമ്മൾ വിളക്ക് വെക്കും. എങ്ങനെയാണ് നമ്മൾ എന്തിനാണ് വിളക്ക് വെക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചാകുമ്പോൾ എണീച്ചതും വെക്കുന്നതും വൈകുന്ന സൂര്യഭഗവാന്, ഉദിച്ചു വരുന്ന സൂര്യഭഗവാന് വേണ്ടി. അതാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വെക്കണം എന്ന് പറയാം. പണ്ട് കാലത്തെ മുത്തശ്ശിമാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർക്ക് കയ്യും കാലൊക്കെ കഴുകി ഭസ്മട്ടിട്ട് അവർ വിളക്ക് കൊണ്ടുവയ്ക്കും. കാരണം 5 മണിക്ക് എണീച്ച് വിളക്ക് വെച്ച് വെക്കും. ഇപ്പൊ 10 മണിക്ക് പോലും വിളക്ക് വെക്കാൻ ആർക്കും വയ്യ. അപ്പൊ ആ ഉദിച്ചു വരുന്ന സൂര്യനും അസ്തമിച്ചു പോകുന്ന സൂര്യനാണ് നമ്മൾ സന്ധ്യാസമയത്ത് വിളക്കി വെക്കുന്നത്. അതുകൊണ്ടാണ് 6 മണിക്ക് മുമ്പ് തന്നെ വൈകുന്നേരം വിളക്ക് വെക്കണം എന്ന്. സൂര്യഭഗവാൻ അസ്തമിക്കുമ്പോഴേക്കും വെക്കുന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്നുള്ളത് അറിയില്ല. അതിനാണ് നമ്മൾ ദീപം കൊണ്ട് വെക്കുന്നത്. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ഈ മനസ്സിനെ ബലപ്പെടുത്താനും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും മനോബലം ഉണ്ടാകാനുമായി ഋഷീശ്വരന്മാർ നമുക്ക് പണ്ട് തൊട്ടേ എഴുതി വെച്ചിരിക്കുന്ന മഹാഭാഗവതം, ഭാരതം അല്ലെ, രാമായണം പോലുള്ള കൃതികളിൽ നിന്ന്, അതിൽ നിന്ന് ഭഗവതത്തിൽ ഒരു ഭാഗമാണ് ശ്രീകൃഷ്ണ അർജുന സംവാദത്തോടുകൂടി 18 അധ്യായത്തോടുകൂടി ഗീത. അത് ഭഗവത്ഗീത എന്നുള്ള പേരിൽ പിന്നീട് പുസ്തകമാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ ഭഗവാൻ അർജുനനോട് വീണ്ടും പറഞ്ഞു. 68ാമത്തെ ശ്ലോകമാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിലെ കുംഭമേളയെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുറച്ചും കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. നമുക്കത് വഴിയെ ഇനിയുണ്ടല്ലോ സമയം. കുംഭമേള അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സന്തോഷമാവാം നമുക്കെല്ലാവർക്കും അല്ലെ. പോവാൻ പറ്റിയില്ലെങ്കിലും കുംഭമേളയുടെ പ്രാധാന്യമൊക്കെ അറിയണ്ടേ നമുക്ക്. അപ്പോ 68ാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് തുടങ്ങാം. തസ്മാദ് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എന്താണ് ഇത്? തന്നെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത് അല്ലേ. എന്താ പറയുന്നത്? തസ്മാത് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ എന്ന് പറഞ്ഞ എന്താണ്? ഹേ അർജുന, ആരുടെ ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്? അവന്റെ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യോ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു. അങ്ങനെ ബുദ്ധി ഉറക്കണമെങ്കിൽ കുറച്ച് പാടുണ്ട്. നമുക്കൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ വെടിഞ്ഞിരിക്കണം. അതാണ് കുംഭമേളയിലത്തെ നാഗസന്യാസികളും അഘോരികളൊക്കെ അവർക്കൊക്കെ ഇന്ദ്രിയ സുഖം. കാരണം അങ്ങനെയാണ് അവർക്ക് ചുറ്റുപാടുകളായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളെല്ലാത്തിൻ്റെയും കുടുങ്ങിക്കിടക്കുക, ഭൗതിക സുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കണത്. അർജുനനും അതന്നെ ഉണ്ടായത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അർജുന, അതുകൊണ്ട് ആരുടെ ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു എന്ന് 68ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും. അത് 69ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറയണ്. യാനിശാ സർവഭൂതാനാ തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. എന്താ യാ നിശ സർവഭൂതാനാം പറഞ്ഞ എന്താണ്? സകല ജീവികളും ഉറങ്ങുമല്ലോ. നിശ രാത്രിയിൽ, ഉറങ്ങുന്ന രാത്രിയിൽ എന്തുണ്ടാവും? ആ സമയത്ത് യോഗീശ്വരന്മാർ ഉണർന്നിരിക്കട്ടെ. അവർക്ക് ഉറക്കയ്യ എന്ന് പറയണ.
നമ്മളെല്ലാവരും സുഖസുഷുപ്തിയിൽ കിടന്നുറങ്ങുന്ന ജീവജാലങ്ങൾ, ജന്തുക്കള്, സസ്യജാതികള്, പക്ഷിമൃഗാദികള്, നമ്മൾ മനുഷ്യരൊക്കെ ഉറങ്ങുന്ന സമയം നിശ സർവഭൂതാനാം ദസ്യാം ജാഗ്രതി സംയം. അപ്പോ ഉണർന്നിരിക്കുന്നത് ആരാണ്? പ്രജ്ഞനായ യോഗി ഉണർന്നിരിക്കട്ടെ. യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനെ. വിഷയാനുഭവത്തിൽ ജീവികൾ ഉണർന്നിരിക്കുന്ന വേളയിൽ സത്യദർശിയായ മുനിക്ക് രാത്രിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പകൽ സമയങ്ങളിലാണല്ലോ കൂടുതൽ വിഷയാസക്തി കൂടുതൽ എല്ലാത്തിനോടും നമുക്ക്. കാരണം ഉറങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വിഷയാസക്തി വരില്ലല്ലോ. എന്താ കാരണം? നമ്മൾ ഉറങ്ങുകയല്ലേ. അപ്പൊ പകൽ സമയത്ത്, അപ്പൊ ആ പകൽ സമയത്ത് നമ്മൾ ഇന്ദ്രിയ സുഖത്തിലേക്ക് പോകുമ്പോ യോഗി എന്താ ചെയ്യുന്നത്? സത്യദർശിയായ മുനിക്ക് അപ്പോ രാത്രിയാകുന്നു. ജീവികൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മുനി, യോഗി, എല്ലാ യോഗനിദ്രയിലും ആ ഇന്ദ്രിയങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന യോഗി ഉണർന്നിരിക്കട്ടെ. അതാണ് പറയുന്നത് യസ്യാം ജാഗ്രതവാനായിട്ട് ഇരിക്കട്ടെ ഭൂതാനി സാ നിശാ പശ്യതോ മുനെ എന്നാണ് 69ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. യോഗിയാവാൻ കുറച്ച് പാടല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സുഖമല്ല അത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ആധ്യാത്മിക ക്ലാസ്സിന്റെ പ്രാധാന്യം പറയുന്നത്. ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോവാതെ കുറച്ചൊക്കെ ആധ്യാത്മികതയിലേക്ക് വരൂ ഈ സമൂഹത്തിനോട് പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും മാത്രം പോരാത്രേ അവർക്ക്. സാമൂഹികമായ സുഖവും ആധ്യാത്മികമായ സുഖവും ഈ 4ഉം കൂടി ചേർന്നാലാണ് അത്രേ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു മനുഷ്യൻ ആരോഗ്യവാനാണെന്ന് പറയും. നമ്മളെന്താ വിചാരിക്കുക? ഭൗതികമായിട്ട് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നാൽ നമ്മൾ രോഗം അല്ലല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണ്? ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം തരാൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാല് ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം കൊണ്ട് ഒരു ആരോഗ്യം പൂർണ്ണമായില്ല. അത്ര സാമൂഹികമായ ഒരു ആരോഗ്യമുണ്ട്. സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ ആരോഗ്യം, അതുപോലെ തന്നെ എന്താണ്? ആധ്യാത്മികമായ ആരോഗ്യം. ഈ 4ഉം ചേർന്നാലാണ് ആരോഗ്യം ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പൊ അത് യോഗിക്കേ കിട്ടുള്ളൂ. നമുക്ക് യോഗിയാവണമെങ്കിൽ കുറച്ച് പാടുണ്ടല്ലേ? അപ്പൊ അതാണ് ഭഗവാൻ 69ാമത്തേല് പറയുന്നത്. അപ്പൊ സത്യദർശിയായ ഒരു മുനി പകല് നമ്മള് വിഷയാസക്തിയിൽ മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ പോകുമ്പോൾ മുനി ഉണർന്നിരിക്കും. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ മുനി ഉണർന്നിരിക്കും എന്നാ പറയുന്നത്. ഒരു കുറക്കയ്യ. അപ്പൊ 70ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ആപുര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വാ തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. ചിലതിന്റെ രീതി വ്യത്യാസമുണ്ട്. ഭഗവത്ഗീത നമുക്ക് ഏതു തരത്തിലും ചൊല്ലാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലതിൽ നമ്മൾ ചൊല്ലുന്ന ആ ഒരു രീതി കേൾക്കാൻ തന്നെ രസം. അപ്പൊ നമുക്ക് 70ാമത്തേല് വൃത്തം ഇത്തിരി വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റേ പോലെ നമ്മളെ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. യാനിശ സർവഭൂതാനാം എന്ന് നമ്മൾ 69 തസ്യാം ജാഗർത്തി സംയം അതുപോലെ നമുക്ക് 70ാമത്തെ ശ്ലോകത്തിന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ വൃത്തം അതിന്റെ കുറച്ച് അക്ഷരങ്ങൾ കൂടുതൽ. അപ്പൊ നമ്മൾ എന്താ പറയാ? ആപുര്യമാണ് മജല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വാ തദ്വത്കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി. ഈ നദികളിലെ എല്ലാ നദികളിലെയും ജലങ്ങൾ ഏത് പ്രകാരമാണോ നിറഞ്ഞ് സ്ഥിരമായി നിന്നിട്ട് ഇപ്പൊ എല്ലാ നദികളിലും വെള്ളം ഒരേപോലെ നിൽക്കുമ്പോ ഈ നദികളിൽ വെള്ളം ഒതുങ്ങി നിൽക്കുകയാണോ? അല്ലല്ലോ. ആ നിറഞ്ഞു കവിയുന്ന നദികളിലെ വെള്ളം എന്താ ഉണ്ടാവുക? അവരെന്ത് പോവും? അവരെവിടെ പോയി പതിക്കും? സമുദ്രത്തിൽ എങ്ങനെയാണോ പ്രവേശിക്കുന്നത് അപ്രകാരം എല്ലാ കാമനകളും ആരിൽ പ്രവേശിക്കുന്നുവോ നിറഞ്ഞു കവിഞ്ഞ് ഒരേ ലെവലിലിരിക്കുന്ന നദികളെല്ലാം പോയി സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ അതാണ് ആപുരമാണ് ജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തി മാപ്നോതി ന കാമകാമി. എന്താ പറയുന്നത്? അപ്രകാരം എല്ലാ കാമനകളും ആരിൽ പ്രവേശിക്കുന്നുവോ എങ്ങനെ? സമുദ്രത്തിൽ, അതായത് നദികളിൽ നിറഞ്ഞു തുളുമ്പുന്ന നദികൾ ഒഴുകി ഒഴുകി സമുദ്രത്തിൽ എത്തുന്ന പോലെ എല്ലാ കാമനകളും ആരിൽ പ്രവേശിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കും എന്നാണ് പറയുന്നത്.
എന്താ അതിന്റെ അർത്ഥം? കാമങ്ങളെ കാമിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല. വീണ്ടും വീണ്ടും എനിക്ക് അത് വേണം, ഇത് വേണം, ആ ഒരു സുഖം തേടണം, ആ ഒരു രുചി തേടണം, അല്ലേ? അപ്പൊ അതിനുള്ള അവൻ എന്താ ഉണ്ടാവുക? അവൻ കാമങ്ങളെ കാമിക്കുന്നവനാണ്. അപ്പൊ അവന് ശാന്തി കിട്ടില്ല. പക്ഷേ നിറഞ്ഞു കവിഞ്ഞു പോകുന്ന നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും, അല്ലേ? നദികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലല്ലല്ലോ നദികൾ ഉണ്ടാവുക. ആ നദികൾ എവിടെ പോയി പ്രവേശിക്കും? സമുദ്രത്തിൽ പ്രവേശിക്കുമ്പോ അവർക്ക് എന്തായി? അതിനോട് കൂടി ചേർന്ന് അവരങ്ങനെ ഒലിച്ചു പോകും. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചേരണം എന്നാണ് പറയുന്നത്, ഭഗവാൻ പറയുന്നത്. നാനാ നദികളിലെയും ജലങ്ങൾ ഏത് പ്രകാരമാണോ നിറഞ്ഞു സ്ഥിരമായി നിൽക്കുന്ന സമുദ്രത്തിൽ സമുദ്രം സ്ഥിരമായി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഒഴുക്കല്ലല്ലോ സമുദ്രത്തിന്. നദികളെ പോലെ, നദികൾ ഒഴുകി അവിടേക്ക് ചേരുന്നത് പോലെ അപ്രകാരം എല്ലാ കാമനകളും, എന്താ കാമന പറഞ്ഞ ആഗ്രഹം, എല്ലാ ആഗ്രഹങ്ങളും ആരിൽ പ്രവേശിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. കാമങ്ങളെ കാമിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെ ഇപ്പൊ ഈ നദി പോയി സമുദ്രത്തിൽ ചേർന്നപ്പോൾ നദിയുടെ എല്ലാ കാര്യങ്ങളും ഒഴുക്ക് നിന്നു, അതിനോടുകൂടി വിലയം പ്രാപിച്ച പോലെ ഉള്ളവനാണെങ്കിൽ ശാന്തി കിട്ടും. അല്ലാത്തവൻ എന്തുണ്ടാവില്ല? ശാന്തി. കാമങ്ങളെ കാമിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല അർജുന എന്ന് ഭഗവാൻ 70ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോഴും അർജുനന് യാതൊരു കുലുക്കൂല്ല. ഉണ്ടാതിരിക്കുക. എനിക്കിനി ഒന്നും ചോദിക്കാല്ലേ ഭഗവാന്. ഭഗവാൻ പറയൂ, ഞാൻ കേൾക്കാം. എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലാവണ്ടേ ഭഗവാൻ പറയുമ്പോൾ ഓരോന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കൂ, ഞാനിത് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവൂല, ശരിയാണല്ലേ, എന്തിനാണ് ഈ ഭൗതിക സുഖം പാത്രം, ഇതൊക്കെ മായയാണ്, ഇല്ലേ? നമ്മൾ ഈ ഒരു നിമിഷ നേരത്തെ നമുക്കറിയാം എല്ലാം മായയാണ്. ഇതിനൊരു ശാശ്വതമായ ഒരു സത്യം എന്ന് പറയുന്നത് എന്താണ്, അല്ലേ? അങ്ങനെ നമുക്കൊരു ചിന്ത വരുന്ന ഇത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇല്ലേ? അപ്പോ 71ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നമുക്ക് ഈ ഇന്നത്തെ ദിവസം നമുക്ക് ഈ സാഖ്യയോഗം അവസാനിപ്പിക്കാം. കാരണം 72 ശ്ലോകത്തോടു കൂടി സാഖ്യയോഗം അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് 2ാമത്തെ അധ്യായം അങ്ങനെ കുറേ കാലമായിട്ട് നമ്മൾ എടുക്കുന്നു, അല്ലേ? 2ാമത്തെ അധ്യായത്തിലെ. അപ്പൊ അത് നമുക്ക് ഇന്നത്തോടു കൂടി അവസാനം. ഇപ്പൊ 71ാമത്തിൽ ഭഗവാൻ പറയണം, വിഹായ കാമാന്യ സർവാ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സശാന്തിമതി ഗച്ഛതി. ഇപ്പൊ ഭഗവാൻ നമ്മൾ പറയില്ലേ, കൺക്ലൂഷനിൽ വരിക എന്നൊക്കെ പറയില്ലേ, കൺക്ലൂഷൻ വരുത്താൻ പോവാണ് കേട്ടോ. എന്താ പറയുന്നത്? ഏതൊരാൾ സകല കാമങ്ങളും വെടിഞ്ഞ് ആശയും മമതയും അഹങ്കാരവുമില്ലാതെ, അതാണ് നിർമ്മമോ നിരഹങ്കാരഃ സശാന്തി മതി ഗച്ഛതി, അഹങ്കാരവുമില്ലാതെ വർത്തിക്കുന്നുവോ അയാൾ ശാന്തിയെ പ്രാപിക്കും. അപ്പൊ അർജുന, നീയും അതുപോലെ തന്നെ നീ വിഷയ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പായാതെ അങ്ങനെ ചെയ്താൽ അവർക്ക് വിഷമാവോ, ഇങ്ങനെ ചെയ്താൽ ഇവരെന്ത് ചെയ്യും, എനിക്ക് മനസ്സുഖം കിട്ടില്ല, രാജ്യം കിട്ടിയിട്ട് എന്താ, അങ്ങനെയുള്ള വിഷയ ഇന്ദ്രിയ സുഖത്തിനെ എല്ലാം അടക്കി പിടിച്ച് നീ എന്ത് ചെയ്യണം? ഈ വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ, എല്ലാ കാമങ്ങളും വെടിഞ്ഞ് നീ എന്ത് ചെയ്യണം? ആശയും മമതയും, ഇഷ്ടം, ഒരാളോടുള്ള ഇഷ്ടം, അല്ലെ? അത് അമ്മയ്ക്ക് മകനോട്, അച്ഛന് അമ്മയോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, സഹോദരന്, ഈ മമതകളൊക്കെ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണമെന്നാ പറയണം. പൊസസീവ്നെസ് അല്ലേ ഇപ്പൊ എല്ലാവർക്കും, എന്റെ 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 എന്നുള്ളത്, അത് മാറ്റണം. അതാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ ഉള്ളിലത്തെ ഈ ആന്തരിക അർത്ഥം അതാണ്. ഏതൊരാൾ സകല കാമങ്ങളും വെടിഞ്ഞ് ആശയും മമതയും അഹങ്കാരവും ഇല്ലാതെ വർത്തിക്കുന്നുവോ അയാൾ എന്തിനെ പ്രാപിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കണേ? ശാന്തിയെ പ്രാപിക്കും അർജുന എന്ന് 71ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. നോക്കൂ, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും പേടിക്കണ്ട നമ്മൾ പറയൂലേ. അപ്പൊ ഭക്തി ഉള്ളവരെ എന്താ ഭഗവാൻ പരീക്ഷിക്കണേന്ന് ചോദിച്ചു. ടീച്ചറെ എന്താ ടീച്ചറെ ഭക്തി കൂടുന്നത്? അതങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഭഗവാനും നമ്മുടെ മനസ്സിൽ ഭക്തി മാത്രമേ ഭഗവാൻ ആഗ്രഹമുള്ളൂ. നമ്മൾ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാഗ്ദാനങ്ങൾ പറയുന്നില്ലേ. ഭഗവാൻ ഒന്നും വേണ്ട, ഭക്തി മാത്രം. അത് നല്ല ഭക്തി ആയിരിക്കണം, പൂർണ്ണ ഭക്തി. ഏത് സമയത്തും ഭഗവാനെ 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 എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ആ പഞ്ചപാണ്ഡവരുടെ ഭാഗ്യം എന്തായിരുന്നു? കുന്തി ദേവിക്കും മക്കൾക്കും എന്താണ്, അവരുടെ അമ്മയുടെ, അതായത് അമ്മാമന്റെ മകനാണ് പഞ്ചപാണ്ഡവരുടെ അമ്മാമന്റെ മകനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛന്റെ പെങ്ങളുടെ മക്കളാണ് പഞ്ചപാണ്ഡവര്. ആ ബന്ധത്തിനേക്കാൾ ഉപരി ഭക്തി
മനസ്സുകളിലേക്ക് ഭഗവാൻ ഒരു സുഹൃത്ത് എന്ന പോലെയായിരുന്നു കൃഷ്ണനും അർജുനനും, ശ്രീകൃഷ്ണാർജുനന്മാര്. അത്രയും എന്താ പറയാ, ആ ഭക്തി അവർക്ക് ഉണ്ടായിരുന്നു, ധർമ്മബോധം അവർക്ക് ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ അവരുടെ കൂടെ നിന്നത് കേട്ടോ. അല്ലെങ്കിൽ നിൽക്കില്ല, അവരവരുടെ കൂടെ നിൽക്കായിരുന്നില്ലേ. അപ്പൊ 72-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മുടെ ഈ രണ്ടാമത്തെ സാഖ്യയോഗം ഇവിടെ അവസാനിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വൃന്ദാവനത്തിലെയും മധുരയിലെയും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത്രയും നല്ല ഭഗവാന്റെ ആ ഒരു കാര്യത്തെ സ്മരിച്ച് നമുക്ക് ഈ രണ്ടാമത്തെ സാഖ്യയോഗം മുതൽ ഐശ്വര്യത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. എത്രയോ കാലങ്ങളായി നമ്മൾ ഈ സാഖ്യയോഗം എടുക്കാൻ തുടങ്ങിയതാ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ 72 ശ്ലോകങ്ങളാണ് സാഖ്യയോഗത്തിലുള്ളത്. അപ്പൊ 72-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് വൃന്ദാവനത്തിലെയും മധുരയിലെയും കഥകളോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. 72-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെയാണ് പറയുന്നത് അർജുനനോട്, സ്ഥിതി പാർത്ഥഃ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണ മൃച്ഛതി. എന്താ ഭഗവാൻ പറയണത്? ഏഷ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ. ആരാ പാർത്ഥൻ? അർജുനൻ. ഹേ അർജുന, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഇതാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. ബ്രഹ്മീ സ്ഥിതി പാർത്ഥ, ഇതാണ് ബ്രഹ്മനിഷ്ഠ. നൈനാം പ്രാപ്യ വിമുഹ്യതി. എന്താണ് ഈ സ്ഥിതി പ്രാപിച്ചാൽ? ഏത് സ്ഥിതി? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിതി എന്താ? എല്ലാ വിഷയ സുഖത്തിൽ നിന്നും എല്ലാത്തിനെയും മനസ്സിനെ അടക്കി പിടിച്ചല്ലേ, അങ്ങനെ ആ സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നൈനാം പ്രാപ്യ വിമുഹ്യതി, ആരും മോഹവശനാകുന്നില്ല. അതായത് വീണ്ടും സംസാര ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടവരില്ല എന്ന്. അതാണ് അതിന്റെ അർത്ഥം. സംസാര ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന ദുരിതങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ജന്മം എടുക്കില്ല എന്നുള്ള അർത്ഥം കൂടി, അതിലൊരു ആന്തരിക അർത്ഥം കൂടി പറയുന്നുണ്ട്. അതാണ് അതാണ് സ്ഥിത്വാസ്യാമന്തകാലേബി, ജീവിതാവസാന കാലത്തെങ്കിലും, അതാണ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലെങ്കിലും ബ്രഹ്മനിഷ്ഠ കൈവന്നാൽ അവൻ എന്റെ ബ്രഹ്മനിർവാണ മൃച്ഛതി, അവൻ ബ്രഹ്മസുഖത്തെ പ്രാപിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്, ഇന്ന പ്രായം, ഇന്ന സമയം, ഇന്ന കാലമൊന്നുമില്ല. ഭക്തി വരാനായിട്ട് എന്തെങ്കിലും ഒരു കഥകൾ ആരെങ്കിലും പറയുമ്പോഴോ, അതുപോലുള്ള ക്ലാസ്സുകൾ അമ്പലങ്ങളിൽ നടക്കുമ്പോഴോ, അടുത്തുള്ള വീട്ടുകാർ വരെ വരാത്ത കാലഘട്ടത്തിൽ പോകുന്നത്, അമ്പലത്തിന്റെ അടുത്തുള്ളവർ വരെ വരില്ല. ഇതെന്താ ഇവിടെ നടക്കണേന്ന് അറിയാനും കൂടി അത് യോഗ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ അറിയോ, യോഗം വേണത് കേൾക്കാൻ. ഇപ്പോ നമുക്ക് ഈ യൂട്യൂബിലും ഒക്കെ ഓരോന്നും വരുന്ന ഓരോ പ്രഭാഷണങ്ങളും, ഓരോ വലിയ വലിയ ചിദാനന്ദപുരി സ്വാമികളൊക്കെ നമ്മുടെ ചിരാങ്കുളങ്ങര അമ്പലത്തിലേക്ക് വരാൻ പോവാണ്. നിങ്ങൾക്ക് ഈ ഇതിലൂടെ ഞാൻ വീണ്ടും അത് പറയാണ്. ഫെബ്രുവരി 27-ാം തീയതി മുതൽ മാർച്ച് 5 വരെയാണ് പൂജനീയ ചിദാനന്ദപുരി സ്വാമികൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ചിരാങ്കുളങ്ങര ഭഗവതി ടെമ്പിൾ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ പാലക്കാട് ജില്ലയിലേ വരുന്നുണ്ട്. എല്ലാവരും ഈ പാലക്കാട് ജില്ലയിലും എവിടെയുള്ളവരും, കാരണം അദ്ദേഹത്തെ പോലൊരു മഹാശ്രേഷ്ഠൻ, അതായത് ധർമ്മത്തെ, ഈ ഹിന്ദു സമൂഹത്തിന്റെ മൂല്യച്യുതികളെ പറ്റിയിട്ട് അവരെ എല്ലാവരും ഒന്നാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പൊ നമ്മുടെ അമ്പലത്തിൽ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമാണ് അദ്ദേഹം വരിക. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ചിദാനന്ദപുരി സ്വാമികൾ വരുമ്പോൾ നമ്മൾ 1000 ആൾക്കാരോളം നമ്മൾ അവിടെ ഉണ്ടാവണം ഒരു ദിവസം. കാരണം സ്വാമി അത്രയും പ്രഗത്ഭനായ, അമേരിക്ക, ലണ്ടൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ സനാതന ധർമ്മത്തെ കൂട്ടുപിടിക്കാനും ഹിന്ദു സമൂഹത്തിന് ഐക്യം ഉണ്ടാക്കാനും വേണ്ടി അഹോരാത്രം പണിപെടുന്ന സ്വാമി വരുമ്പോ നിങ്ങൾ ഓരോരുത്തരും അധികം ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഈ സനാതന ധർമ്മം എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്, ഈ മൂല്യച്യുതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ എന്നുള്ള 1 മണിക്കൂറും സ്വാമിയുടെ പ്രഭാഷണവും 1 മണിക്കൂറും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങളുമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം ആ സദസ്സിൽ വന്നിട്ട്. അപ്പൊ എല്ലാവരെയും ഞാൻ അതും കൂടി ഓർമ്മിപ്പിക്കാണ്, സ്വാഗതം ചെയ്യാണ്. കാരണം ഈ മാസം തന്നെയാണ് സ്വാമി വരുന്നത്. ഞങ്ങൾ അതിന്റെ എല്ലാവരും കൂട്ടായ ശ്രമത്തിലാണ്. ജനസമ്പർക്ക പരിപാടികൾ വെക്കുന്നുണ്ട്, സത്സംഗവേദികളിലെ അമ്മമാരുടെ എങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ യൂട്യൂബിലൂടെ കേട്ടിട്ട് പാലക്കാട് ജില്ലയുടെ പല ഭാഗത്തും അല്ലേ, ആർക്കൊക്കെ വരാം, വണ്ടികളുള്ളവർക്കൊക്കെ വന്ന് കേൾക്കാൻ 2 മണിക്കൂറല്ലേ ഉള്ളൂ, വന്ന് കേട്ട് അമ്പല പരിസരത്തിരുന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹിന്ദു സമൂഹത്തിന് എല്ലാവരും കൂട്ടമായിട്ട് അല്ലെ ആ സനാതന ധർമ്മത്തെ പൊക്കിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടവരണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് ഞാനിത് പറയുമ്പോ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? യേശാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യമന്തകാലേബി ബ്രഹ്മനിർവാണമുച്യതി. ജീവിതാവസാന കാലത്തെങ്കിലും ബ്രഹ്മനിഷ്ഠ കൈവന്നാൽ അവൻ ബ്രഹ്മസുഖത്തെ പ്രാപിക്കും.
ഓം തത്സത് ഇതി ശ്രീ ഭഗവത്ഗീതാംസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാഖ്യയോഗ നാമ ദ്വിതീയോ അധ്യായ സമാപ്ത. ഹരി ഓം. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഭഗവാന്റെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞ ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ സാഖ്യയോഗം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഭഗവത്ഗീത വെച്ചുകൊണ്ട് ഇപ്പൊ കുറെ അധികം ആൾക്കാർ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ വായിക്കുമ്പോൾ ഞങ്ങൾ കൈ വെച്ചിരുന്ന് വായിച്ച് ഞങ്ങൾ അതിൻ്റെ ഒപ്പം പഠിച്ചു പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഗീതാ ക്ലാസ്സിൽ ഞങ്ങൾക്കറിയാലോ കുട്ടികളൊക്കെ ഭയങ്കര പ്രോഗ്രസ് ആയി വരികയാണ്. കുട്ടികൾ എല്ലാവർക്കും ഭഗവത്ഗീതയെ പറ്റിയിട്ട് എല്ലാവർക്കും ബുക്ക് കയ്യിൽ കൊടുത്തു. എല്ലാവരുടെ കയ്യിൽ ഇപ്പൊ ബുക്ക് ഉണ്ട്. എല്ലാ വീട്ടിലും ഭഗവത്ഗീത ഉണ്ടാവണം. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിൽ ഇല്ലെങ്കിൽ നിങ്ങളത് വാങ്ങി വെക്കണം. അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പണ്ട് പറഞ്ഞു തന്നിരുന്നു രാധാദേവിയുടെ ഒരു നാമം തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാന സുതേ ദേവി നമാമി ഹരിപ്രിയ. രാധാദേവിയെ സ്മരിച്ച ഭഗവാൻ കൂടുതൽ നമ്മളോട് സംപ്രീതനാവൂത്രേ. കാരണം എന്നെ മാത്രമല്ലല്ലോ രാധയും കൂടി സ്മരിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ രാധാദേവിയുടെ അച്ഛനായിരുന്നു വൃഷഭാനു. ബർസാനയിലെ രാജാവായിരുന്നു വൃഷഭാനു. അപ്പൊ വൃഷഭാനുവിന്റെ അടുത്തേക്ക് നാരദർ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, താങ്കളുടെ മകളെ രാധാദേവിക്ക് അനുരൂപനായ വരനാണ് ഗോകുലത്തിലുള്ള വൃന്ദാവനത്തിലെ ആര് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, വൃന്ദാവനത്തിലേക്ക് മകൾക്കുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരു കഥയുണ്ട്, സ്വർണവും എല്ലാം കൊടുത്തേക്കു അവിടെ വൃന്ദാവനവാസികൾക്ക്. അങ്ങനെ വൃഷഭാനുവിന് ഒരു സംശയം, ഇത്ര ഈ ഗോകുലത്തിലെ ഈ കാലിം മേച്ച് നടക്കുന്ന കണ്ണൻ മൈക്കളും ഈ പിന്നെന്താണ് ഈ വൃന്ദാവനവാസികളെ ഗോപികമാരും അവർ ഈ കുടിലുകളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇത്രയൊക്കെ ധനമുണ്ടോ എന്നറിയാനും കൂടി ഒരു പരീക്ഷണത്തിന് വേണ്ടി വൃഷഭാനു എന്ത് ചെയ്തു, രാജകൊട്ടാരത്തിലെ ധനങ്ങളെല്ലാം ആന കുതിര തെരാൽപ്പടയിൽ ഇങ്ങനെ വൃന്ദാവനത്തിലേക്ക് സ്വർണം രത്നം ഒക്കെ ആയിട്ട് പറഞ്ഞയച്ചു. അറിയാനൊരു പരീക്ഷണമായിരുന്നു, സത്യമാണോ എന്നറിയാനായിട്ടുള്ള. എൻ്റെ മകൾക്ക് അനുരൂപനാണോ അല്ലെങ്കിൽ സമ്പത്തുള്ളവനാണോ. അങ്ങനെ ചെന്നപ്പോ അവിടെ ആ സമയത്ത് ഇവരെല്ലാവരും എത്തിയപ്പോ എന്താ പറയാ യശോദാദേവി എന്താ പറയാ അവരെല്ലാവരും കൂടി നന്ദഗോപുരമൊക്കെ സ്വീകരിച്ചിരുത്തിയപ്പോഴാണ് മനസ്സിലായത്, ഓ ഇവർ ഇത്രയും ധനങ്ങൾ കൊണ്ടുവന്നു കല്യാണം അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ട് ആലോചിക്കണം. അപ്പൊ നമ്മൾ അപ്പൊ അങ്ങനെ അതിന് അന്നത്തെ കാലത്ത് എങ്ങനെയാ വെച്ചാൽ ഇവരെത്ര കൊടുത്തേക്കുന്നു അതിന് ഇരട്ടി കൊടുത്തേച്ചാല ബന്ധം. അപ്പൊ അതിനും കൂടി ആയിരുന്നു. അപ്പൊ അന്ന് ഈ ഗോകുലത്തിലെ ഈ പശുക്കളും വെണ്ണയും മോരും തൈരും കടയുന്ന വൃന്ദാവനവാസികൾക്ക് എവിടെയാണ് ഇത്രയൊക്കെ ധനം. അപ്പൊ അവരാകെ വിഷമിച്ചു. അപ്പോ നന്ദഗോപര് യശോദാദേവി ഒക്കെ കൂടി എന്താ ചെയ്യുക, രോഹിണിയും ബലരാമന്റെ അമ്മയും അവരൊക്കെ കൂടി ഇങ്ങനെ ആലോചിച്ചു, അയ്യോ നമുക്ക് ഇത്രയുള്ള സ്വർണ്ണങ്ങളും തിരിച്ചു കൊടുക്കാനില്ല, അപ്പൊ നമുക്ക് പറയാം നമ്മളതിൽ ഇത്ര ഇല്ല എന്ന് പറയാന്നൊക്കെ പറഞ്ഞിങ്ങനെ എങ്ങനെ അവരോട് പറയാന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കണ്ണനും ബലരാമനും മറ്റുള്ള ഗോപബാലന്മാരെല്ലാം തിരിച്ചു. അപ്പൊ കണ്ണൻ വന്നപ്പോ ആരും നമ്മുടെ കണ്ണനെ ശ്രദ്ധിക്കണില്ല. കണ്ണന് ഭയങ്കര അമ്മയൊന്നും എന്താ പാല് വേണോ കണ്ണ, മോര് വേണോ വെണ്ണ വേണോ ക്ഷീണിച്ച് വന്നല്ലോ. അപ്പൊ ദേഷ്യം വന്നു. കണ്ണൻ അകത്ത് പോയി നോക്കിയപ്പോ എന്താണ് കുറെ സ്വർണ്ണ രത്നങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് കുറച്ച് വാരിയിട്ട് അങ്ങനെ പോയി. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല, ഇവർക്കൊക്കെ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അവിടെ ആ സ്ഥലത്തിന്റെ പേര് തന്നെ എന്താണെന്നറിയോ, വൃന്ദാവനത്തിലെ കണ്ണൻ ഈ കൊണ്ടുപോയ ഇതൊക്കെ കൊണ്ട് ആ പാടത്ത് അങ്ങോട്ട് കൊണ്ടിട്ടു. ദേഷ്യത്തിലാണ് ചെയ്തത് കേട്ടോ, ചെയ്തത് അങ്ങനെയാണ്. അപ്പോ മുക്ത സരോവരം എന്നാണ് ആ വൃന്ദാവനത്തിലെ ആ പാടം. ഇപ്പോഴും നമ്മൾ വൃന്ദാവനം, അതാണ് രാധാദേവിയെ സ്മരിച്ചാൽ നമുക്ക് വൃന്ദാവനത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത്. അപ്പൊ എന്നും ഈ നാമം ചൊല്ലിക്കോളൂ, എന്നെങ്കിലും നമുക്ക് വൃന്ദാവനം കാണാൻ യോഗം ഉണ്ടാവട്ടെ, എനിക്കടക്കം. അപ്പോൾ ഇവര് നോക്കി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ചു പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് അത്ര പ്രാപ്തിയില്ല. പക്ഷെ തിരിച്ചു വന്ന് ഈ സ്വർണം നോക്കിയപ്പോ അതിലൊക്കെ കുറവ്. അയ്യോ ഇതെന്ത് പറ്റി, ഇപ്പൊ ഇവര് കൊണ്ടുവന്ന സ്വർണം കൂടി തിരിച്ചു കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഗോപികമാര് പറഞ്ഞ കണ്ണനും ബലരാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പണി ഞാൻ തോന്നുന്നുണ്ട് എടുത്തിട്ട് പോയി. ഇവര് പിന്നാലെ ഓടിയപ്പോ ആ പാടശേഖരം മുഴുവൻ വിളഞ്ഞു നിൽക്കുന്നു അത്രേ. അപ്പൊ അടുത്ത ആ സമയത്ത് അവര് വിത്ത് വിതച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വിതയ്ക്കാത്ത പോലത്തെ നെൽക്കതിരുകൾ മുഴുവനും സ്വർണമായിട്ട് അങ്ങനെ ആ അനന്തമായ പാടം മുഴുവൻ രത്നങ്ങളും സ്വർണങ്ങളുമായിട്ട് അപ്പം നെൽക്കതിരി വിളഞ്ഞു നിൽക്കുന്നു അത്രേ. അപ്പോ ഇനി ഇവർക്ക് ധൈര്യമായിട്ട് പറയാലേ, എന്താ വൃഷഭാനു കൊടുത്തു വെച്ചിട്ട് ഒതുങ്ങുന്ന സ്വർണങ്ങളായിരുന്നു, ആനയുടെയും കുതിരയുടെയും മേലെ. പക്ഷെ ഇവർക്ക് കണ്ണൻ പറഞ്ഞു അത്രേ, അമ്മേ അച്ഛ അവരോട് ഈ പാടശേഖരത്തിലെ എല്ലാം വേണമെങ്കിൽ കൊയ്തെടുത്തോളൂ എന്ന് പറഞ്ഞു അത്രേ. വൃഷഭാനു പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഭഗവാന്റെ ആ മഹിമയില് അവര് ആകെ അന്തം വിട്ടു നിന്നു. ഇപ്പോഴും ആ സ്ഥലം വൃന്ദാവനത്തിലെ ആ സ്ഥലത്തിന്റെ പേരാണ് മുക്ത സരോവരം. അവിടെ ഉണ്ടെന്നാ പറയണം ആ പാടശേഖരം അന്നത്തെ. അത് കാണാൻ പറ്റുക നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടേക്കൊന്ന് പോകണം എന്നുള്ള ആഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ
രാധാദേവിയെ സ്മരിച്ച ഭഗവാൻ കൂടുതൽ പ്രസन्न. രാധാദേവി തന്നെ നമ്മളെ അങ്ങോട്ട് വരുത്തുന്ന പറയണ, വൃന്ദാവനത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നും ചൊല്ലാറുണ്ട് 3 തവണ ദിവസവും, നിങ്ങളും ചൊല്ലാറുണ്ടെന്ന് വിചാരിക്കണു. അപ്പോ ഇന്ന് ഈ ഒരു വൃന്ദാവനത്തിലെ കഥകളും കണ്ണന്റെ മായാവിലാസങ്ങളും രാധാദേവിയൊക്കെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്താണ്. അടുത്ത അധ്യായത്തിൽ നമുക്ക് 3-ാമത്തെ അധ്യായം തുടങ്ങാം. എല്ലാവർക്കും ശുഭദിനം.